ചെറുകിട സംരംഭകർ ബിസിനസ്സിലേക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവർ അവരുടെയൊക്കെ ചെറിയൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡറുകൾ വരും. അപ്പോൾ ഓർഡർ വന്നില്ലെങ്കിൽ അത് ആ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മാറ്റും, ബിസിനസ് മാറ്റും, അങ്ങനെ ഇങ്ങനെ ചാടി കളിക്കുക. പുതിയ പ്രൊഡക്റ്റ് വരാൻ നേരത്തെ അത് 100 ഓർഡർ കൊണ്ടുവരും, വേറൊരു പ്രൊഡക്റ്റ് വരാൻ നേരത്തെ അത് 50 കൊണ്ടുവരുള്ളൂ. അത് പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണ്. ഒരെണ്ണത്തിൽ 10 കിട്ടിയുള്ളൂ. അപ്പോൾ 1000 ഓർഡർ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ഇങ്ങനെ ചാടി കളിക്കുക എന്നുള്ളൊരു ടെൻഡൻസി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്ര നല്ല പ്രൊഡക്റ്റ് എടുത്താലും മാർക്കറ്റിംഗ് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. മാർക്കറ്റിംഗ് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം കസ്റ്റമേഴ്സിന് പറയുകയാണ്. ആ കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യണം. ആ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇറങ്ങി തിരിച്ച് കണ്ടെത്തിയാൽ മാത്രമാണ് അവർക്ക് നമ്മളുടെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് അറിയുള്ളൂ. നമ്മളെന്ന് പറഞ്ഞൊരു സ്ഥാപനം, ബ്രാൻഡ്, പ്രൊഡക്റ്റ്, സർവീസ് ഉണ്ടെന്ന് ആ കസ്റ്റമേഴ്സിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റു പല കാര്യങ്ങൾക്കൊക്കെ മണി സ്പെൻഡ് ചെയ്തിട്ട് അവസാനം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നക്കാപ്പിച്ചുണ്ടല്ലോ, അത് ചിലപ്പോൾ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കും. എന്നിട്ട് ഓർഡർ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ചിലവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രതീക്ഷയല്ല നമ്മളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമ്മൾ നേരിട്ട് തന്നെ ഇറങ്ങി തിരിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്. പലരും പറയും ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ്. ഡിമാൻഡല്ല അധികം, അങ്ങനെ അതും ഒരു സാധ്യതയാണ്. എങ്കിൽ കൂടി അധിക സമയം ഇതല്ല പ്രശ്നം. ഡിമാൻഡിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമല്ല. തുടക്കക്കാരായിട്ടുള്ള സംരംഭകരെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. ഡിമാൻഡിൻ്റെ പ്രശ്നമല്ല. നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താൻ അറിയാത്തതാണ് പ്രശ്നം. കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചിലവർ പറയാറുണ്ട്, ഞാൻ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഞാനാണ്, മീഷോനേക്കാളും അതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനേക്കാളും ഒക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും എൻ്റെ പ്രൊഡക്റ്റ് അവർ വാങ്ങുന്നില്ല. എന്താ പ്രശ്നം എന്ന് അറിയില്ല, എന്തെങ്കിലും ഒരു സജഷൻ തരാമോ എന്ന് ചോദിച്ച് പലരും വാട്സപ്പിൽ വരാറുണ്ട്. ഈ വില കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, പ്രൊഡക്റ്റിൽ എന്തൊക്കെ പണി നടത്തിയാലും അതിൻ്റെ പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊക്കെ ചെയ്താലും അതൊക്കെ എഫിഷ്യൻസിയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് 10,000 കണക്കിന് ഓർഡർ ഉണ്ട്, 1000 കണക്കിന് ഓർഡർ വരാൻ നേരത്ത് അവിടെയൊക്കെ നമുക്ക് എക്സ്പെരിമെൻറ്റുകൾ ചെയ്തു നോക്കാം. വില കൂട്ടുകയോ കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തു നോക്കാം. തുടക്കത്തിൽ അതല്ല പ്രശ്നം. ആരും വാങ്ങാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത് അധികം ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് എൻക്വയറി വരുള്ളൂ. എൻക്വയറീനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് സെയിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റണത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ വഴി ഞാൻ കസ്റ്റമേഴ്സിനെ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ ഫിസിക്കൽ പ്രൊഡക്റ്റിനും സർവീസുകൾക്കും എല്ലാം ഞാൻ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയേക്കണത് സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയയിൽ ധാരാളം സാധ്യതകളുണ്ട്. പലരും യൂട്യൂബിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ചെറുകിട ബിസിനസ്സുകൾക്കൊന്നും അത് സാധ്യമല്ല എന്നുള്ളത്. അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയണത്. ചെറിയ ബിസിനസ്സുകൾക്കും അത് സാധിക്കും, നിങ്ങൾക്കും അത് സാധിക്കും. ഇതെല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തൊരു കോഴ്സ് പോലെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ പലർക്കും അതറിയാം. നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാം. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പം നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ കോഴ്സിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കോഴ്സിലേക്ക് സ്വാഗതം.